പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ജ്ഞാനം 12:26 വചനം വെളിപ്പെടുത്താണ്. ലഘു ശിക്ഷകളുടെ താക്കീത് ഗൗനിക്കാത്തവർ ദൈവം നൽകുന്ന അർഹമായ ശിക്ഷ അനുഭവിക്കും. ലഘു ശിക്ഷകളുടെ താക്കീത്, അതായത് പ്രിയ സഹോദരങ്ങളെ, ദൈവവചനത്തിലൂടെ, മാതാപിതാക്കളുടെ, ഗുരുഭൂതരിലൂടെ, അതുപോലെ തന്നെ ഒരു ആത്മീയ ശുശ്രൂഷയുടെ നേതൃത്വത്തിൽ നിൽക്കുന്നവരിലൂടെ, വികാരിച്ചന്മാരിലൂടെ, സിസ്റ്റേഴ്സിലൂടെ, അങ്ങനെ ഒരു അധികാരികളിലൂടെ ദൈവം, പ്രിയ സഹോദരങ്ങൾ, ഇവരിലൂടെ എല്ലാം സംസാരിക്കും നമ്മൾ. എന്നാൽ നമ്മുടെ സ്വാർത്ഥമായ ആഗ്രഹങ്ങൾക്ക് വേണ്ടി അതിനെയൊക്കെ നമ്മൾ ഗൗനിക്കുകയാണെങ്കിൽ, വചനത്തിൻ്റെ ലംഘനം നടത്തുകയാണെങ്കിൽ, പ്രിയ സഹോദരങ്ങളെ, ദൈവമായ കർത്താവ് വരികയാണ്. അവനെ ആർക്കും പിടിച്ചു കെട്ടാൻ പറ്റും. എൻ്റെ കഴിഞ്ഞ ശുശ്രൂഷ ജീവിതത്തിൽ എനിക്കറിയാം പ്രിയ സഹോദരങ്ങളെ, അത് ഇടവുകളിലുണ്ട്, ശുശ്രൂഷ മേഖലകളിലുണ്ട്. അതായത് ചിലത് പറഞ്ഞാൽ കേൾക്കില്ല, പറഞ്ഞാൽ അനുസരിക്കില്ല, തോന്നിവാസം മാത്രം, ഞാൻ പറയണത് മാത്രം ശരി എന്നൊക്കെ പറഞ്ഞു പോകുന്ന മക്കളെ കണ്ടിട്ടുണ്ട്. അതിൻ്റെ അവസാനം എന്നുള്ളത് പ്രിയ സഹോദരങ്ങളെ, അതൊരു വലിയ ദുരന്തത്തിലാണ്. അത് ആർക്കും, ഒരു വ്യക്തിക്കും ഈ മനുഷ്യരെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് പറയുന്നത്, ലഘു ശിക്ഷകളുടെ താക്കീത്, മോനത് ചെയ്യരുത് 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 എന്ന് പറഞ്ഞിട്ട് അത് ഗൗനിക്കാത്തവർ ദൈവം നൽകുന്ന അർഹമായ ശിക്ഷ അനുഭവിക്കുകയല്ലാതെ വേറൊരു വഴിയില്ല. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇച്ചിരി വിഷമമൊക്കെ തോന്നും. എനിക്ക് അനേകം മക്കളെ എനിക്ക് ഓർമ്മയുണ്ട്. അതായത് പല രീതിയിലുള്ള താക്കീതുകൾ ചെയ്യാൻ പാടില്ല എന്നൊക്കെ സ്നേഹപൂർവ്വം പറഞ്ഞിട്ട് അതിനൊക്കെ അവഗണിച്ച്, അച്ഛൻ പോച്ച എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലൊക്കെ അതിനോടൊക്കെ പ്രതികരിച്ച് അവസാനം ദുരന്തത്തിൽ പെടുമ്പോൾ ഈ വിഷമമുണ്ടെങ്കിലും പ്രിയ സഹോദരങ്ങളെ, ദൈവവചനം വളരെ കൃത്യമാണ്. ദൈവവചനം ശാസനയുടെ കാര്യത്തിൽ വളരെ കൃത്യമാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട നമ്മളുടെ മാതാപിതാക്കൾ, നമ്മുടെ ആത്മീയ ശുശ്രൂഷ രംഗത്ത് നമ്മുടെ വികാരിച്ചന്മാർ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സും, അതുപോലെ തന്നെ നേതൃത്വത്തിലായിരിക്കുന്നവരൊക്കെ നമ്മളോട് പറയുമ്പോൾ പ്രിയ സഹോദരങ്ങളെ, അത് ദൈവവചന അനുസൃതമാണ് എങ്കിൽ പിന്നെ സംശയിച്ചേക്കരുത് അത് അനുസരിക്കാനായിട്ട്. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾക്ക് ദൈവം പല വ്യക്തികളിലൂടെ ഞങ്ങളെ കറക്റ്റ് ചെയ്യാനായിട്ട് വരുമ്പോൾ അത് തമ്പുരാനിൽ നിന്നുള്ള സ്വരമാണെങ്കിൽ അത് കേൾക്കുവാൻ, അതനുസരിക്കുവാൻ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. പിന്നെ ഒരു പ്രത്യേക കാര്യമുള്ളത്, നമ്മുടെ വരടിയം സെൻറ്റ് ആൻ്റണീസ് ഇടവക ദേവാലയത്തിലെ വാർഷിക ധ്യാനത്തിൻ്റെ 4 ദിവസത്തെ ധ്യാനമാണ്. ഇന്ന് അവസാനത്തെ ദിവസമാണ്. പരിശുദ്ധാത്മാഭിഷേക ശുശ്രൂഷയ്ക്കാണ് നമ്മൾ പ്രത്യേകമായിട്ട് ആ ഇടവകയ്ക്ക് വേണ്ടി. ഇന്നലെ ഭയങ്കര കുമ്പസാരമായിരുന്നു കേട്ടോ. നല്ല അനുതാപത്തോടെ, അനുതാപ കണ്ണീരോടെ ദൈവജനം പാപസങ്കീർത്തനം നടത്താനൊക്കെ ആയിട്ട് ഈശോ ഇടവരുത്തി. ബഹുമാനപ്പെട്ട ആൻഡ്രോ ചിറയത്തച്ഛനാണ് അവിടുത്തെ വികാരിച്ചൻ. ആൻഡ്രോച്ചന് വേണ്ടിയും ഇടവക കൂട്ടായ്മയ്ക്ക് വേണ്ടിയും നിങ്ങൾ പ്രത്യേകമായിട്ട് ഇന്നേ ദിവസം, പിന്നെ തീർച്ചയായിട്ടും നേതൃത്വം കൊടുക്കുന്ന അച്ഛനാണ്. അച്ഛന് വേണ്ടിയും അച്ഛനിലും ആത്മാവിൻ്റെ ഒരു അഗ്നി കടന്നു വരാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചേക്കണം കേട്ടോ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.